എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷ് വാഷ് ക്ലീനറും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനറുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതേ നമ്മുടെ വീട്ടിലുള്ള ഇൽമ്പംപുളി, ചെമ്മിപ്പുളി, പിന്നെന്താ പിന്നെയും കുറേ പേരൊക്കെ അതിന് പറയൂ കേട്ടോ. നോർമലി നമ്മൾ പറയുന്നത് ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ പറഞ്ഞ ചെമ്മിപ്പുളി എന്നാണ്. മലപ്പുറം, തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ പറയുന്നത് ഇരുമ്പംപുളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സംഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. നമുക്കിതേ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. കുറച്ച് മൂത്ത് നോക്കിയിട്ടാണ് പറിക്കുന്നത്. ചെറുത് പെണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് ഈ മരം നല്ല വണ്ണമുള്ളൊരു മരമാണ്. ഞങ്ങൾ പൊക്കം വയ്ക്കാതെ വലുത് ചില്ലകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി കളയും. കാരണം ഒരുപാടുണ്ടായാലും ഇത് താഴെയൊക്കെ വീണ് ചീത്തയായി പോവും. അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം മതിയല്ലോ. അച്ചാറിടയിലും കറിവെക്കലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചെയ്യുള്ളൂ, ഇത്രയൊന്നും നമ്മൾ എടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ സംഭവം കളയാതെ തന്നെ നമുക്കിത് ഇതുപോലെ നല്ല ഡിഷ് വാഷ് ക്ലീനറായിട്ടും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറേ ഇങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ ഇത് പഴുത്ത് വീണിട്ട് കണ്ടില്ലേ, തൈകളായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ നശിഞ്ഞും പോകും. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ ഡിഷ് വാഷ് ക്ലീനറും ബാത്റൂം ക്ലീനറും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ നമുക്കിത് ഈ കറുത്ത ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇങ്ങനെയുള്ള ഭാഗം മാത്രം മതി. അല്ലെങ്കിൽ ഇത് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ കറുത്ത ഇതാകുമ്പോൾ കളർ വ്യത്യാസം വരും ഈ ലിക്വിഡിന്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കളയണത്. അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്കിത് മുറിച്ചിടാം. അപ്പോൾ ഇത് ഇത്രയും വലുപ്പത്തിൽ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. പേസ്റ്റിൽ ഒന്ന് ചതച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടും. വെള്ളം ചേർത്തിട്ടില്ല. ഓൾറെഡി തന്നെ ഈ ചെമ്മിപ്പുളിക്ക് വെള്ളം ഉണ്ട് അതിനകത്ത്, വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള വെള്ളം തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം അത്രയും കട്ടിയായിട്ടിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിള വരട്ടെ. സ്റ്റീലിൻ്റെ പാത്രമാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിന് കണ്ടത് അതിൻ്റെ പച്ച കളറിലായിരുന്നു, തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടെ തിളക്കട്ടെ. ഇത് നന്നായി തിളച്ച് വന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. ഏതൊരു 5 മിനിറ്റൊക്കെ തിളച്ചാൽ മതിയാവും ഇത് ആകെ. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ. ചൂടാറിട്ട് വേണം നമുക്കിത് അരിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചൂടാറിൻ്റെ ശേഷം ചെയ്യാം. തിളപ്പിച്ച് വെച്ച ചെമ്മീപ്പുളിയുടെ അത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സോപ്പ് ഓയിലോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിന് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, വൈറ്റ് കളറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കാണെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്മെല്ല് കിട്ടാനായിട്ടുള്ള എസൻസ് ഓയിലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുൽത്തൈലം, അതായത് നമുക്ക് ബാത്റൂം കഴുകാനൊക്കെ ആണെങ്കിൽ നമുക്ക് പുൽത്തൈലോ അല്ലെങ്കിൽ അതുപോലത്തെയുള്ള ഓയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാത്രം കഴുകുന്ന ഇതാവുമ്പോൾ നമുക്കൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും ചെയ്യുന്നില്ല. ഈ എടുത്തേക്കുന്നത് അതുപോലെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. നമ്മൾ നല്ല പുഴുങ്ങിയെടുത്തത് കാരണം കൊണ്ട് ഇത് ഒരാഴ്ച വരെയൊക്കെ എന്തായാലും ഇത് ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയെടുത്ത ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതേ കറയുള്ള പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് വെളുക്കാൻ നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ലിക്വിഡിന് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തേച്ചെടുക്കണം. സാധാരണ ഇത് തേക്കുന്ന പോലെ ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ മതിയാവും. നന്നായിട്ട് കറയെല്ലാം പോകുന്നുണ്ട്.
ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പാത്രം മാത്രമല്ല നമുക്ക് കഴുകാൻ സാധിക്കുക. ഇതുപോലെ തന്നെ വാഷ് ബേസിന്, ബാത്റൂമിൻ്റെ ടൈലുകൾ, ക്ലോസറ്റ്, അതുപോലെ പൈപ്പുകൾ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ്. നല്ല തിളക്കം തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നോക്കുന്നത് വാഷ് ബേസിന് കഴുകുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ഇട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തേക്കുക. തേച്ച് കഴിഞ്ഞ ശേഷം കഴുകി കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വാഷ് ബേസിൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ബാത്റൂമിലെ ക്ലോസറ്റ് നമുക്ക് എങ്ങനെയാണ് കഴുകുന്നത് നോക്കാം. ക്ലോസറ്റിലും ഇതുപോലെ തന്നെ എല്ലായിടത്തും ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തേച്ച് കഴുകുക. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബാത്റൂം ക്ലീനർ പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണുന്നവരെല്ലാവർക്കും നല്ല ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.